ജൂലൈ 9 ദേശീയ പണിമുടക്ക്. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഈ പണിമുടക്കിന്റെ ഏറ്റവും മോശം എഫക്ട്സ് അനുഭവിക്കാൻ പോകുന്ന കേരളത്തിലെ ജനങ്ങളായിരിക്കും. പണിമുടക്കാണെങ്കിലും ഒരു ഹർത്താലിന്റെ പ്രതിനിധി തന്നെ ആയിരിക്കും മിക്കവാറും നാളെ. ആരെ ഈ പണിമുടക്കുന്നത്? എന്തിനാണ് പണിമുടക്കുന്നത്? മോഡി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക്. നോക്കൂലേക്ക് മേടിച്ച് പൈസ എക്സ്ട്രാ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അൺഡെമോക്രാറ്റിക് ആയ ലേബർ ആൻഡ് ഫാമിംഗ് ലോസിനെതിരെ സമരം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഷോ ഇല്ലേ, അത് മതിയാകും. ഒരു റിയൽ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യാണ്. ഇതൊരു റിയൽ പ്രൊട്ടസ്റ്റ് അല്ല. ഇത് ചിലരുടെയൊക്കെ തിണ്ണമെടുക്ക് കാണിക്കാനുള്ള വേറൊരു അഭ്യാസ കാഴ്ച മാത്രമായി ഒതുങ്ങിപ്പോയി. ഉന്നമനം, തുല്യത എന്നൊക്കെ കവലപ്രസംഗ ഡയലോഗ് അടിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരുടെ അന്നത്തിൽ മണ്ണ് വാരിയിട്ട് അവരെ ബുദ്ധിമുട്ടിച്ച് ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കുന്നവരെ ഒട്ടും പ്രഷർ കൊടുക്കാതെ നടത്തുന്ന സമരങ്ങൾ വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും, പക്ഷേ അത് മറ്റുള്ളവരെ ദ്രോഹിച്ചും അവരുടെ അവകാശങ്ങൾ ചവിട്ടി അരച്ചോ ആകരുത്. റോഡിൽ പാവങ്ങളോട് ഗുണ്ടായിസം കാണിച്ചുണ്ടാക്കാൻ പറ്റുന്നതിനേക്കാളും മാറ്റം എനിക്ക് ഈ കസേരയിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് എഡ്യൂക്കേറ്റിംഗ്. നിനക്കൊക്കെ അതിന്റെ ആവശ്യമുണ്ട്. എന്നാൽ താങ്കൾ പറയൂ, എന്താണ് ആ റിയൽ പ്രൊട്ടസ്റ്റ്? ഇയാളുടെ ഈ വീഡിയോ മൊത്തം പറയുന്നത് പണിമുടക്ക്, സമരം ഇതൊന്നും റിയൽ പ്രൊട്ടസ്റ്റ് അല്ല എന്നാണ്. എന്തായാലും സമരം നടക്കുന്ന യഥാർത്ഥ വിഷയങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് നൈസായിട്ട് ഇവിടുത്തെ മീഡിയ പോലെ മുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ പണിമുടക്ക് നടന്നതെന്ന്. 29 തൊഴിലാളി നിയമങ്ങൾ ഉണ്ടായിരുന്നതിനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ 4 ലേബർ കോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പുതിയ നിയമങ്ങളെല്ലാം കടുത്ത തൊഴിലാളി വിരുദ്ധത നിറഞ്ഞതാണ്. അതിനെതിരെയായിരുന്നു ഈ പണിമുടക്ക് നടന്നത്. ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്കൊക്കെ ആവശ്യം എഡ്യൂക്കേഷൻ്റെതാണ് എന്നൊക്കെ പറയുന്ന ആള് എന്തുതരം എഡ്യൂക്കേഷനാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് എനിക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല. പുള്ളി പറയുന്നത് സമരം പാടില്ല, സമരം ചെയ്യാൻ പാടില്ല, സമരം സാധാരണ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കും. പക്ഷെ അതിനൊരു ആൾട്ടർനേറ്റീവ് എന്താണെന്ന് ഇവരൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യൂ. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് താങ്കൾ വന്നിരിക്കുന്നതാണല്ലോ താങ്കൾ തന്നെ പറയുന്നത്. ഇതിപ്പോൾ സമരത്തെ കുറ്റം പറയുന്നു, സമരക്കാരെ കുറ്റം പറയുന്നു, സമരത്തിന്റെ കാരണങ്ങളൊന്നും പറയാതെ അങ്ങ് പോകുന്നു. ഇത് എന്ത് തരം എഡ്യൂക്കേഷനാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. പിന്നെ ഈ ലേബർ കോഡിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം ആശാ വർക്കർമാരുടെ കാര്യമാണ്. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ആശാ വർക്കർമാർ സമരം നടക്കുന്നുണ്ട്, അവർക്ക് വേണ്ട അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ സമരത്തിനെ എതിർക്കുന്ന ഒരുപാട് പേര് അതിന് വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെയൊക്കെ അറിവിലായിട്ട് ഈ പുതിയ ലേബർ കോഡ് അനുസരിച്ച് ആശാ വർക്കർമാരൊന്നും എംപ്ലോയീസേ അല്ല. എംപ്ലോയീസിന് കിട്ടുന്ന യാതൊരു ബെനിഫിറ്റ്സും അവർക്ക് കിട്ടത്തില്ല. അതായത് മിനിമം വേജ് കിട്ടത്തില്ല, പ്രോവിഡന്റ് ഫണ്ട് ഉണ്ടാവത്തില്ല, ആരോഗ്യ സുരക്ഷ എന്നിവയിലൊന്നും ആശാ വർക്കർമാർ ഉൾപ്പെടുത്തില്ല. ഇതൊക്കെ പറഞ്ഞാണ് ആക്ച്വലി ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ സമരം എന്തിനാണെന്ന് അറിയത്തില്ലെന്ന്. അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കൂ. അതിനെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ സമരത്തിനെതിരെയും പണിമുടക്കുകൾക്കെതിരെയും ഘോരഘോരം പ്രസംഗിക്കുന്നതല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവന്റെ എന്തൊക്കെ അവകാശങ്ങളാണ് ഇതിലൂടെ നിഷേധിക്കപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടുത്തെ പൗരന്റെ കടമയാണ്. അവരങ്ങനെ അറിയുന്നില്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യിക്കും എന്ന് പറയുന്ന ആൾക്കാർ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം. അങ്ങനെയല്ലേ കറങ്ങുന്ന കസേരയിലിരുന്ന് മാറ്റമൊക്കെ വരുത്തേണ്ടത്. 1946 ഫാക്ടറീസ് ആക്ട് അനുസരിച്ച് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 10 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ ഫാക്ടറി എന്ന് നിർവചിക്കുന്നുണ്ട്. വൈദ്യുതി ഇല്ലാത്ത സ്ഥാപനമാണെങ്കിൽ അത് തൊഴിലാളികളുടെ എണ്ണം 20 വരെയാകണം. പുതിയ നിയമമനുസരിച്ച് അത് യഥാക്രമം 20-40 ഉയർത്തിയിരിക്കുന്നു. ഇതിനർത്ഥം 20-40 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഫാക്ടറി ആക്ടിൽ പെടില്ല എന്നതാണ് പുതിയ നിയമത്തിൽ ഒന്ന്. പിന്നെ ഒന്ന് പറയുന്നത്, ഒരാൾക്ക് 5-ൽ കുറവ് തൊഴിലാളികൾ, അതായത് 4 തൊഴിലാളികളാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അതായത് അയാൾക്ക് ആ 4 പേരെയും അടിമയെ പോലെ ട്രീറ്റ് ചെയ്യാം, അയാൾക്ക് തോന്നിയ കാശ് കൊടുക്കാം. കാരണം ഇവരാരും ഈ തൊഴിൽ നിയമത്തിന്റെ കീഴിൽ വരുന്നില്ല. പുതിയ ലേബർ കോഡ് അനുസരിച്ച് 300-ൽ താഴെ തൊഴിലാളികളുടെ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് സർക്കാർ അനുമതി തേടേണ്ട ആവശ്യമില്ല. നേരത്തെ 100-ലധികം ജീവനക്കാരുള്ള കമ്പനികൾ അടച്ചുപൂട്ടാൻ സർക്കാർ അനുമതി തേടേണ്ടതുണ്ടായിരുന്നു. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന അവകാശത്തെ അട്ടിമറിക്കുന്നു. തൊഴിലുടമകൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് തൊഴിലാളികളെ ഹയർ ആൻഡ് ഫയർ ചെയ്യാനുള്ള അവകാശം പുതിയ നിയമം ഉറപ്പാക്കുന്നു. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ലൂപ്പ് ഹോൾസും ഈ നിയമത്തിൽ ഒരുപാടുണ്ട്. തൊഴിൽ സമരത്തെ ഇല്ലാതാക്കുന്നതിന് കൂട്ട കാഷ്വൽ അവധി എടുക്കുന്നതിൽ നിന്ന് തൊഴിലാളികളെ വിലക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് മേൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്ന് തൊഴിലുടമകളെ രക്ഷിക്കുന്നു. തൊഴിൽ സമയം 12 മണിക്കൂർ വരെയാക്കി ഉയർത്തി. 1961 അപ്രന്റീസ് ആക്ട് പ്രകാരം അപ്രന്റീസ് കാലാവധി 1 വർഷമായി നിശ്ചയിച്ചിരുന്നത് തിരുത്തി. ഇനി മുതൽ തൊഴിലുടമയ്ക്ക് എത്ര കാലം വേണമെങ്കിലും ഒരു വ്യക്തിയെ അപ്രന്റീസായി തൊഴിലെടുപ്പിക്കാം. അതായത് തോന്നിയ കാശ് കൊടുത്ത് അയാളെ സ്ഥിരമാക്കാതെ അപ്രന്റീസ് എന്ന പേരിൽ അടിമപ്പണി എടുപ്പിക്കാമെന്ന്. ഈ നിയമങ്ങളോടൊക്കെ ഈ വീഡിയോ ഇട്ട ആൾ യോജിക്കുന്നുണ്ടോ അതോ വിയോജിക്കുന്നുണ്ടോ? ഈ നിയമങ്ങളോട് യോജിക്കുന്നു എന്നാണെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ഇനി വിയോജിക്കുന്നുണ്ടെങ്കിൽ ഇയാളും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുക തന്നെ വേണം. അതിനുവേണ്ടി ഇയാൾ പറഞ്ഞ ആ റിയൽ പ്രൊട്ടസ്റ്റ് അങ്ങ് ഓർഗനൈസ് ചെയ്യട്ടെ. ഇയാൾക്ക് ട്രേഡ് യൂണിയനുകളെല്ലാം പുച്ഛം, അവർ ജനാധിപത്യ വിരുദ്ധ ആൾക്കാരാണ്,
അങ്ങനെയാണെങ്കിൽ ജനാധിപത്യപരമായി ഇയാൾ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി മാറ്റം വരുത്തി കാണിക്കട്ടെ. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം അതിൽ ഇൻസ്പയറായി ഇയാളെ ഫോളോ ചെയ്യും. അതല്ലേ ചെയ്യേണ്ടത്? ഈ സോ കോൾഡ് സമരവിരുദ്ധ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തന്നെയാണ് ഇവിടെ എല്ലാ നിയമങ്ങളും നേടിയെടുത്തത്, എല്ലാ അവകാശങ്ങളും നേടിയെടുത്തത്. അല്ലാതെ ഒരു മുതലാളിയും തളികയിൽ കൊണ്ടുവച്ച് തന്നതല്ല തൊഴിലാളികളുടെ റൈറ്റ്സ് ഒക്കെ. ദേ ഇയാൾക്കിപ്പോൾ ഈ കസേരയിലിരുന്ന് എതിർക്കാനുള്ള അവകാശം പോലും അങ്ങനെ തന്നെ ലഭിച്ചതാണ്. അല്ല, ഈ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് എടുത്തു പറയുന്നുണ്ട്, അതിൽ പൊതുജനത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലേ? ഡൽഹിയിലെ ജനങ്ങളൊക്കെ അത് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാളുടെ ലോജിക്ക് അനുസരിച്ച് അതും റിയൽ പ്രൊട്ടസ്റ്റ് അല്ലല്ലോ. ഇയാളും ഇവിടുത്തെ മീഡിയയെ പോലെ തന്നെയാണ്. ഇയാൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പണിമുടക്കിനിടയിൽ നടന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. ഇതാണ് പണിമുടക്കുന്ന നരേറ്റീവാണ് ഇയാളും വയ്ക്കുന്നത്. അത് സംസാരിക്കേണ്ട എന്നല്ല പറയുന്നത്, അതിനെക്കുറിച്ചും സംസാരിക്കണം. പണിമുടക്കാൻ അവകാശമുള്ളതുപോലെ അതിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശവും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. എന്നാൽ ഇതാണ് പണിമുടക്കുന്ന ഇയാളെപ്പോലെയുള്ള ആൾക്കാരുടെ നരേറ്റീവ് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജോർജ് ഫ്ലോയ്ഡ് സംഭവമാണ്. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന സമരത്തിനിടയ്ക്ക് കുറേ ആളുകൾ മോഷണമൊക്കെ നടത്തി. അത് കണ്ട് അവിടുത്തെ റൈറ്റ് വിങ് മീഡിയാസും എലൈറ്റ് ക്ലാസും പറഞ്ഞത്, കണ്ടോ ഇവരൊക്കെ ഇങ്ങനെയാണ്, ഇവർ ഈ സമരം നടത്തുന്നത് തന്നെ മോഷണം നടത്താൻ വേണ്ടിയാണെന്ന്. അതുപോലെ തന്നെ കർഷക സമരത്തിനിടയ്ക്ക് ഖലിസ്ഥാനി കൊടികളുമായി കുറേ ആൾക്കാരെത്തി. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് വിങ് എന്താണ് പറഞ്ഞത്? ആ സമരം നടത്തുന്നത് ഖലിസ്ഥാനികളാണ്, ഖലിസ്ഥാനികൾ രാജ്യം വിഭജിക്കാൻ ശ്രമിക്കുകയാണ്, അവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നാണ്. പിന്നെ പറയുന്നുണ്ട് വെസ്റ്റേൺ നാട്ടിലേക്ക് നോക്കൂ, അവിടത്തെ സമരങ്ങൾ നോക്കൂ, അവിടെയും ഇങ്ങനെ തന്നെയാണ് സമരങ്ങൾ നടക്കുന്നത്, അവിടെയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പണിമുടക്കിയും സമരം ചെയ്തും തന്നെയാണ് എല്ലാ മനുഷ്യരും ഇവിടെ എല്ലാ അവകാശങ്ങളും നേടിയെടുത്തത്. അല്ലാതെ സമാധാനപരമായിട്ട് ഒരു പാർക്കിലോ ഗാർഡനിലോ ചെന്നിരുന്ന് പ്ലക്കാർഡും പിടിച്ചിരുന്നാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.